സാധാരണഗതിയിൽ പ്രവാചകൻ എന്ന് പറയുന്നത് ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളിനെയാണ് പ്രവാചകൻ എന്ന് പറയാറുള്ളത്. എൻ്റെ പേര് മാത്യു പെരുമ്പാവൂർ. ഈ നോഹ, അബ്രഹാം, മോശ, ദാവീദ് മുതലായ പ്രവാചകന്മാരെല്ലാം തെറ്റിൽ അകപ്പെട്ടു പോയിട്ടുള്ളവരാണ്. എന്നാൽ തെറ്റിൽ അകപ്പെടാത്തവനായി ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രവാചകനെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ, ദൈവം എന്നാണ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം, മുഹമ്മദ് ഉൾപ്പെടെ എല്ലാവരും തെറ്റിൽ അകപ്പെട്ടു പോയിട്ടുള്ളവരാണ്. യേശുക്രിസ്തുവിന്റെ നിലവാരത്തിലേക്ക് ഇവരാരും തന്നെ ഉയർന്നിട്ടില്ല, ഉയരാനൊക്കെ സാധ്യമല്ല. യേശുക്രിസ്തുവിനെ ഞങ്ങൾ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ബൈബിളിന്റെ ദൈവികത അതിൽ കൂടെ വെളിപ്പെടുന്നുണ്ട്. യേശുക്രിസ്തു സംസാരിച്ചതെല്ലാം, യേശുക്രിസ്തു മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം, യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നതായിട്ടുള്ള പുസ്തകവും അതിൽ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് തെറ്റുകളൊന്നും അവരെ ചൂണ്ടിക്കാണിക്കാനില്ല. കർത്താവിൻ്റെ സകല പ്രവൃത്തികളെയും അവതരിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്നതായിട്ടുള്ള ഈ പുസ്തകം ദൈവികം തന്നെയാണ്. ചോദ്യോത്തരത്തിനുള്ള വേദിയാണ്, അതല്ലാതെ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള വേദിയല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങോട്ടും കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തണം. സുഹൃത്തൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ മറ്റുള്ള പ്രവാചകന്മാരെല്ലാം, ചോദ്യത്തിനുള്ള അവസരം കഴിഞ്ഞു, മറ്റുള്ള പ്രവാചകന്മാരെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു തെറ്റ് ചെയ്തിട്ടില്ല. യേശുക്രിസ്തു പ്രവാചകനല്ല, പ്രവാചകനായിട്ടില്ല നമ്മൾ വിചാരിക്കുന്നതെന്നാണ്. പക്ഷേ യേശുക്രിസ്തു സ്വയം പ്രവാചകനാണെന്നാണ് പറയണത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പ്രവാചകനാണെന്നാണ് കരുതിയത്. അപ്പോസ്തലന്മാർ യേശുവിനെ ദൈവദാസനായിട്ടാണ് കരുതിയത്. ഇതെല്ലാം ബൈബിളിലുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 58-ാമത്തെ വചനത്തിൽ യേശു സ്വയം പ്രവാചകനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിലുണ്ട്. ഏതാണ്? അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നിൽ ശക്തനായ പ്രവാചകൻ എന്നാണ്. അതേപോലെ തന്നെ യേശുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിലുണ്ട്. അതാണ് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും നമ്മുടെ പൂർവ്വപിതാക്കളുടെയും ദൈവം അവന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്നാണ്. യേശു ദാസനാണ് എന്ന് അപ്പോസ്തലന്മാർ മനസ്സിലാക്കി. ശിഷ്യന്മാർ യേശു പ്രവാചകനാണെന്ന് മനസ്സിലാക്കി. യേശു സ്വയം പ്രവാചകനാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ്. അവിടെയാണ് പ്രശ്നം. യേശു എന്താണോ സ്വയം പറഞ്ഞത്, യേശു എന്താണോ പ്രഖ്യാപിച്ചത്, യേശു എന്താണോ പഠിപ്പിച്ചത്, അത് പിന്തുടരുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് വ്യത്യാസം. അവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രവാചകന്മാരും ഒരേപോലെ തെറ്റുകളിൽ നിന്ന് മുക്തരായിരുന്നു എന്നാണ്. ഇവിടെ സുഹൃത്ത് ഒന്നിക്കെ ചോദ്യത്തിന് ഉത്തരം കേൾക്കുക, അതെല്ലാം കൈ നീട്ടുക, ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യുക, അവിടെ ഇരിക്കുക. അവസരം ഉണ്ടെങ്കിൽ നമുക്ക് തരാം, പക്ഷെ അവസരം ഇല്ല. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. നിയമപ്രകാരം രണ്ടാമത് അവസരം കൊടുക്കാൻ അവസരമില്ല. അതുകൊണ്ടാണ്. വേറെന്താ ചെയ്യുക? അങ്ങനെ ഒരു നിയമം എഴുതി ഉണ്ടാക്കി നമുക്കൊരു നിർവാഹമില്ല. അപ്പോ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ബാക്കിയുള്ളവരെ എല്ലാം പ്രവാചകന്മാരായിട്ട് അംഗീകരിച്ചാലും യേശുക്രിസ്തുവിനെ പ്രവാചകനെന്ന് മാത്രം അംഗീകരിച്ചാൽ പോരാ. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പത്രോസ് എന്നോട് ചോദിച്ചു. എന്നെക്കുറിച്ച് മനുഷ്യരെന്ത് പറയുന്നു? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതെ, ഇത് യേശുവിന്റെ ദൈവത്വത്തിലേക്ക് പോവാണ് നമ്മുടെ ചർച്ചയുടെ സമയം കൂടും. അതാണ് പ്രശ്നം. ജീവനുള്ള പത്രോസ് പറഞ്ഞു. പത്രോസ് മാത്രല്ല, വെറും യേശുവിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, യേശുവിനെ കുറിച്ച് മാത്രമല്ല ബൈബിളിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങളെടുത്ത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ചില വചനങ്ങൾ പറഞ്ഞു തരാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ ഇസ്രായേൽ നമ്മൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ ദാവീദ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇരമ്യാ പ്രവാചകന്റെ 31-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ എഫ്രയീം ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള പദപ്രയോഗം കൊണ്ട് മാത്രം ആ പുത്രൻ എന്നുള്ള അർത്ഥം വരുന്നില്ല. മറിച്ച് എന്താണോ ഇസ്രായേലിയർ ദൈവപുത്രൻ എന്നുള്ളത് കൊണ്ട് കരുതിയത് നമ്മൾ മനസ്സിലാക്കണം. യേശു സ്വയം മനുഷ്യപുത്രൻ എന്നാണ് പറഞ്ഞത്. യേശു സ്വയം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ് ബൈബിളിൽ ഉടനീളം കാണാൻ കഴിയും. അപ്പൊ എനിക്ക് സൂചിപ്പിക്കാനുള്ള എന്താ വെച്ചാൽ ചോദ്യോത്തരത്തിലേക്ക് കിടക്കുക.
ഇത് നമ്മളെല്ലാവരും നമ്മുടെ സുവിശേഷ പ്രസംഗത്തിനും ഖുർആൻ ക്ലാസ്സിനും വേണ്ടി ഇതിന് ഉപയോഗപ്പെടുത്തിയാൽ കാര്യമില്ല. നമ്മൾ 2 മിനിറ്റാണുള്ള അവസരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം പറയട്ടെ. അത് പിന്നെ ജോൺസൺ സാർ പറയട്ടെ, ഈ പാനലിൽ നിന്ന് ഞങ്ങൾ പറയാം. അതല്ലാതെ ഞങ്ങൾ ഓരോരുത്തരും സുവിശേഷ പ്രസംഗത്തിനും വേണ്ടി ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിനും വേണ്ടി ശ്രമിച്ചാൽ നടക്കില്ല. അത് പിന്നെ ഗുണകരമാവില്ല. മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ഉത്തരങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ലഭിക്കും. ഇവിടെ ഉത്തരം പറയുമ്പോൾ നമ്മൾ അസഹിഷ്ണുത കാണിക്കണ്ട. യേശു ദൈവമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ദൈവപുത്രനല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സ്ഥാപിക്കാൻ എനിക്ക് സ്വാഭാവികമായിട്ടും അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് ഞാൻ ബൈബിളിന്റെയും ഖുർആന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കും. അവിടെ എന്തിനാണ് അസഹിഷ്ണുത? അത് സ്ഥാപിക്കുന്നത് കേട്ടിരിക്കുക. നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ടെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ അവകാശമല്ലേ? അത് നിങ്ങൾ കേട്ടിരിക്കണം. പിന്നീട് അടുത്ത ചോദ്യത്തിൽ അത് എന്താണോ വിശദീകരിക്കാനുള്ളത് പറയണം. അതാണ് ഒരു സംവാദത്തിന്റെ ശൈലി. നമ്മൾ അസഹിഷ്ണുക്കളാകാതിരിക്കുക.